ഗുഡ് മോർണിംഗ്. ഇന്നുണ്ടല്ലോ രാവിലെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എണീറ്റത്. കാരണം ഇന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത കുറേ സാധനങ്ങളാണ് ഇന്ന് മൊത്തത്തിൽ കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്കമായിട്ട് ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇന്നലെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നിരുന്നു. അപ്പോൾ അവിടെ അടദോശ എന്ന് പറയുന്ന ഒരു സാധനം ഇരിക്കുന്നത്. അടദോശ മാവ്. ആൻഡ് ഐ വാസ് ലൈക്ക്, എനിക്കറിയുന്ന അട എന്ന് പറയുന്നത് ഇലയുടെയാണ്. നമ്മുടെ ഇവിടെ സ്വീറ്റ് ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശർക്കര വെച്ചിട്ടൊക്കെയുള്ള ഇലയുടെയാണ് എനിക്ക് പരിചയമുള്ള അട എന്ന് പറയുന്നത്. അല്ലാതെ എനിക്കറിയത്തില്ല. ഞാൻ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാനങ്ങനെ അടദോശ എന്ന് പറയുന്നൊരു സാധനം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള ദോശയാണോ എന്ന് വിചാരിച്ചിട്ട് വെൻ ഐ ആസ്ക്ഡ് അബൌട്ട് ദാറ്റ് സോ വെൻ ഐ ആസ്ക്ഡ് അബൌട്ട് ദാറ്റ് ദേ സെഡ് ദാറ്റ് അത് ആക്ച്വലി കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടൊരു ദോശമാവാന്ന്. കായം അതുപോലെയുള്ള കുറച്ച് സ്പൈസസ് ഒക്കെ. ഐ വാസ് ലൈക്ക്, ഓ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഇന്നേ വരെ അത് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പൊതുവേ ദോശ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഞാൻ ആ ദോശമാവൊക്കെ വാങ്ങിച്ചിങ്ങ് വീട്ടിലേക്ക് വന്നു. രാവിലെ തന്നെ ഒരു അടദോശയും ആൻഡ് ഒരു സ്പെഷ്യൽ തക്കാളി ചട്നി ഉണ്ടാക്കാം. സാധാരണ ദോശയുടെ ബാറ്ററിനേക്കാളും കുറച്ചുകൂടെ വാട്ടറിയായിരുന്നു. പക്ഷെ അത് ചുടാനായിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാ ദോശ ചുടുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി തക്കാളി ചട്ടിക്ക് വേറൊന്നുമില്ല, ഒരു സവാള, കുറച്ച് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിയുക, നന്നായിട്ടൊന്ന് വഴറ്റുന്നതിനിടയിൽ എന്നെപ്പോലെ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, ജീവനം കൊണ്ട് ഓടിക്കും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ അധികം വഴറ്റിയിട്ടില്ല കേട്ടോ, പെട്ടെന്നൊന്ന് മസാലപ്പൊടികളെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കറിവേപ്പിലയും ഈ ബേസിക് മസാലാസ് എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കും. എനിക്ക് ഈ സവാള ആക്ച്വലി ഇങ്ങനെ ഭയങ്കര വെന്ത് ഉടയണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് പെട്ടെന്നാക്കി എടുക്കാൻ നോക്കും. കാരണം ഇന്ന് ഓൾറെഡി എണീറ്റ് ലേറ്റ് ആയി പോയി. നമുക്ക് സമയമുള്ള ദിവസമാണെങ്കിൽ നമുക്ക് നിന്ന് കുറെ നേരം വഴറ്റി ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആക്കി. പക്ഷെ തക്കാളി ചട്നിക്ക് എന്നൊരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും വേണമെങ്കിൽ ഒരു ദിവസത്തിനൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കതിന് സമയമില്ലാത്തത് പെട്ടെന്ന് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് ചെറു ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 മിനിറ്റ് അത്ര. ഇനി എല്ലാം കൂടെ ഒന്ന് അരയ്ക്കുക, എന്നിട്ട് ഒന്ന് താളിച്ചെടുക്കുക. ഭയങ്കര സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. എന്തിൻ്റെ ടേസ്റ്റാണെന്നറിയോ? നല്ല കായൊക്കെ ഇട്ട ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ്. സാമ്പാറില്ലാത്തൊരു ദോശ. ഇത് കണ്ടോ? സാമ്പാറിൻ്റെ ടേസ്റ്റുള്ള എന്നാൽ സാമ്പാറില്ലാത്ത ദോശ. ആക്ച്വലി ഇതെന്തിൻ്റെ കൂടെ പൊളിയായിരിക്കും എന്നറിയോ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ആ ഫിഷ് മസാലയും ഊഫ് ഈ അടദോശയും കിടിലായിരിക്കും. ലൈക്ക്, കാരണം രണ്ടിലും ഭയങ്കര ബേസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര മസാലയുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അതുകൊണ്ട് ഇതും അതും കിടിലായിരിക്കും. തക്കാളി ചട്നി കൊള്ളാം. തക്കാളി ചട്നി ആക്ച്വലി ഇതിനകത്ത് കുറച്ച് കപ്പലെണ്ണയും കൂടി ഇട്ടാൽ എൻ്റെ ചൂടായിരുന്നു. ആക്ച്വലി ഇതിനകത്ത് കുറച്ച് കപ്പലെണ്ണയും കൂടെ ഇട്ടാലേ എൻ്റെ ടേസ്റ്റിനുള്ള ചട്നി ആവുള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, കപ്പലണ്ടി ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ചട്നിയായിരുന്നു. പക്ഷേ ഇതും ഈ നല്ല മുരിഞ്ഞ അടദോശയും നല്ല ഫിഷ് മസാല അല്ലെങ്കിൽ ഫിഷ് മോളി ആയാലും പൊളിയായിരിക്കും. ഐ തിങ്ക് ഐ എം ഗോയിങ് ടു ട്രൈ ദാറ്റ്. എനിക്കിനി മനസ്സ് മുഴുവൻ ഇത് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ചട്നിയെക്കാട്ടിലും നോൺ വെജിൻ്റെ കൂടെ തിന്നാൻ പറ്റിയൊരു ദോശ. സാധാരണ ദോശയുടെ കൂടെ നോൺ വെജ് ചില ആൾക്കാർ തിന്നും, ചില ആൾക്കാർ തിന്നാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദോശ. ഈ മസാല ദോശയുടെ കൂടെ നോൺ വെജ് പൊളിയായിരിക്കും. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് രാത്രി തന്നെ. ഐ കനോട്ട് വെയിറ്റ്. ഞാനേ ഇന്നെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫിഷ് കഴിക്കാൻ പോവാം. ഈ ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഇത്രയും ഇഷ്ടമുള്ള ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം ഫിഷ് കഴിക്കാത്തത് എന്നെനിക്ക് ഒരു പിടുത്തമില്ല. പക്ഷേ ഞാൻ കുഞ്ഞിലേ മുതൽ കഴിച്ചിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴും പ്രോൺസ് കഴിച്ചിട്ടുണ്ട്, ക്രാബ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് ഒരൊറ്റ ഫിഷ് ഞാൻ കൈകൊണ്ട് പോലും തൊട്ട് നോക്കിയിട്ടില്ല. പക്ഷെ സഡൻലി എനിക്ക് ഫിഷ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. മീൻസ് ഏത് ഹോട്ടലിൽ പോയി ഫിഷ് ഫ്രൈൻ്റെ മണം കേട്ടാലും എനിക്ക് ഫിഷ് ഫ്രൈ കഴിക്കണം തോന്നി തുടങ്ങി. ഇറ്റ് വാസ് ലൈക്ക്, പണ്ട് ഇതിൻ്റെ മണം പോലും ഇഷ്ടമല്ലാതിരുന്ന എനിക്ക് എന്തുകൊണ്ടാണ് ഇപ്പം മീൻ കഴിക്കാൻ ഇത്ര വലിയൊരു താല്പര്യം എന്നെനിക്കറിയില്ല. അങ്ങനെ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതുമല്ല. ബട്ട് ഐ ഡോണ്ട് നോ, സം ഹൗ ഐ ക്രേവ് ഫിഷ്. സോ ഐ തോട്ട് ഇന്നേ വരെ മാർക്കറ്റിൽ പോയിട്ടില്ലാത്ത, ഫിഷ് കട്ട് ചെയ്യാൻ എങ്ങനെയെന്ന് അറിയാത്ത, ക്ലീൻ ചെയ്യാൻ അറിയത്തില്ലാത്ത, ഞാൻ ഫിഷ് കഴിച്ചിട്ടില്ലാത്ത ഞാൻ ഐ എം ഗോയിങ് ടു മേക്ക് എ ഫിഷ് കറി. ആക്ച്വലി സ്പെഷ്യൽ ഫിഷ് മസാല. കാരണം ഫിഷ് കറി എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിഷ് ഫ്രൈ ഈസ് ഓക്കെ, ബട്ട്
ഐ വോണ്ട് ടു മേക്ക് സംതിങ് സ്പെഷ്യൽ. എനിക്ക് ഓൾറെഡി ബാക്കി എല്ലാ മീറ്റും കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ അറിയുന്നത് കൊണ്ട് ഫിഷ് ഉണ്ടാക്കുന്നത് അത്ര വലിയൊരു പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ നെയ്മീൻ നല്ല സെറ്റായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അത് ഞാൻ സ്പെസിഫിക്കലി നോട്ട് ചെയ്തിരുന്നു. കാരണം ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പെട്ടുപോകും. കുക്ക് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരൊറ്റ കാര്യം, ഫിഷ് വെന്തോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഇന്നേ വരെ ഫിഷ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്താണ് ഫിഷ് നമ്മൾ കുക്ക്ഡ് ആണോ അല്ലയോ എന്നുള്ള ആ ടെക്സ്ചർ എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഒരു കണക്ക് വെച്ചങ്ങ് ചെയ്യാൻ പോവാണ്. കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ആ വിധ സാധനങ്ങൾ, കുരുമുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇടുക. നന്നായിട്ടൊന്ന് അരയ്ക്കുക. നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഫിഷിലേക്ക് അങ്ങ് തേക്കുക. ഞാനിത് മാരിനേറ്റ് ചെയ്ത് അങ്ങനെ വെച്ചതൊന്നുമില്ല കേട്ടോ, കാരണം എനിക്ക് സമയം കിട്ടില്ല. നേരെ പാനിലേക്ക് ഇട്ട് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ടു. അടിയിൽ ഞാൻ കറിവേപ്പില വെച്ചിരുന്നു ഇത് കരിയാതിരിക്കാനായിട്ട്. ജനറലി ഫിഷ് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്നെ കുറ്റം പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, ഫിഷ് മസാല ഇല്ലാത്തതുകൊണ്ട്. ഇനി ടാമറിൻ വാട്ടർ, പുളിവെള്ളം കൂടെ ഇട്ട് ഈ ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ബേസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിനകത്ത് ഈ ഫിഷ് ഇട്ടാൽ സംഭവം റെഡി. ഞാൻ കുറച്ച് ഗ്രേവി ആക്കി വെച്ചിരുന്നു, കാരണം എനിക്കിനി പ്രത്യേകിച്ചൊരു കറി ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ആദ്യം ചെറിയുള്ളി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം അവസാനം നമ്മളെ ബേസിന് ആവശ്യമുണ്ടത്. നല്ല ഒട്ടിക്കത്തെ പുളി, എനിക്ക് പുളിപ്പുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. സോ പെർഫെക്റ്റ് ഫോർ മീ. പിന്നെ ഓഫ്കോഴ്സ് മീൻകറി മാത്രം പോരല്ലോ, കൂടെ കഴിക്കാനായിട്ട് ചോറ്, പിന്നെ മെഴുക്ക് വരട്ടി, അതാണ് മെയിൻ. എനിക്ക് കോവയ്ക്കാണ് ഏറ്റവും ഇഷ്ടം. സോ കോവയ്ക്ക ആൻഡ് ബീൻസ് മെഴുക്ക് വരട്ടി, പിന്നെ നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഷോ ഫിഷ് കറി. ആദ്യമായിട്ട് മീൻ കഴിക്കാൻ പോവാണ്. ഐ ഡോണ്ട് നോ എനിക്കിഷ്ടാവോ ഇല്ലയോ, കൊള്ളാവോ ഒന്നും എനിക്കറിയത്തില്ല. ഓക്കെ, ദ ഫസ്റ്റ് ബൈറ്റ്. കൊള്ളാം. എനിക്ക് ചില ഫിഷിന് ഭയങ്കര, ഒന്നാമത്തെ കാര്യം മുള്ളില്ലാത്ത ഫിഷ് വേണം, എനിക്ക് മുള്ളെടുക്കാൻ അറിയില്ല. ആൻഡ് രണ്ടാമത്തെ കാര്യം, ചില ഫിഷിനൊരു ഭയങ്കര സ്ട്രോങ് സ്മെല്ലുണ്ട്, അതെനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ തിങ്ക് ഈ നെയ്മീൻ ആയതുകൊണ്ടാണോ ഇതിനകത്തൊരു സ്ട്രോങ് സ്മെല്ലില്ല, ഞാൻ അങ്ങനെ ഇല്ലാത്ത നോക്കി മേടിച്ചതാണ്. കുറച്ച് ചോറിൻ്റെ കൂടെ വെച്ച് എനിക്ക് അധികം മുരിയാത്ത മെഴുക്കുവരട്ടിയായിരുന്നു കഴിക്കാൻ തോന്നി. ബിക്കോസ് ഓൾറെഡി ഇത്രയും മസാലയൊക്കെയുള്ള ഒരു ഫിഷ് കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഭയങ്കര വെജീസിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരണം. എല്ലാം ഭയങ്കര കുക്ക്ഡായ അതിനകത്ത് ഒരു രസമില്ല. സോ എനിക്ക് കുറച്ച് ചില സാധനങ്ങൾ കുക്ക്ഡ് ആവണം, ചില സാധനങ്ങൾ കുക്ക്ഡ് ആവാതെ ഒരു മിക്സ്ഡ് ഒരു കുറേ ടെക്സ്ചേഴ്സിൻ്റെ ഇത് വേണം, ഒരുമിച്ച് വന്നാലേ ടേസ്റ്റ് ഉള്ളൂ. കാരണം കുറച്ച് വെജീസ് ക്രിസ്പി ആയിരിക്കണം, ചിലത് സോഫ്റ്റ് ആയിരിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചിലതിന് പുളി ഉണ്ടാവണം, ചിലതിന് ഭയങ്കര ഞാൻ പറഞ്ഞില്ല റോ ടേസ്റ്റ് വേണം, പ്രത്യേകിച്ച് വെജിറ്റബിൾസിന്. അപ്പം മാത്രമേ എനിക്ക് കഴിക്കാൻ ഒരു രസമുള്ളൂ, ഒരു കോമ്പിനേഷൻ, ഒരു ബാലൻസ് തോന്നുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലം മീൻ തിന്നാത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. മേ ബി വേറെ ചില മീൻ എനിക്കിനെ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലേ എനിക്കറിയില്ല. എന്തായാലും ഈ മീൻ എനിക്കിഷ്ടമായി. ഐ ഹോപ്പ് ടു ട്രൈ മോർ ഫിഷ്. ഐ വാസ് സോ എക്സൈറ്റഡ് ടു ഈറ്റ് ഫിഷ് കറി. രാത്രി ഞാൻ ഉണ്ടാക്കിയത്, പക്ഷേ അത് നാളത്തേക്ക് വെക്കാം, നാളെ ആയാലും എടുക്കാൻ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുകയാണ്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കോക്കോ കൊലാഡ എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അവരുടെ കോക്കോ കൊലാഡ ഡ്രിങ്ക് അല്ല, ചോക്ലേറ്റ് കേക്ക്. എനിക്ക് എന്ത് ഫങ്ഷനോ എന്ത് ലൈറ്റില്ലല്ലേ എനിക്ക് എന്ത് ഒരു സ്പെഷ്യൽ ഇവൻറ്റ് വന്നാലും എനിക്കിവിടെ വന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ദിവസം വന്നാൽ എനിക്കിവിടെ വന്ന് ചോക്ലേറ്റ് കേക്ക് കഴിക്കണം. ഞാൻ ബർത്ത്ഡേക്കും ഇവരുടെ തന്നെ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയി, ഇവർക്ക് കുറച്ച് കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ ഞാൻ ഇവരുടെ തന്നെയുള്ള വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയി നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്ക്. ഐ ഹോപ്പ് ദ ചോക്ലേറ്റ് കേക്ക് രണ്ടിടത്തും ഒരുപോലെയാണ്. റെസ്റ്റോറൻറ്റ് വേറെയാണ്, മെനു വേറെയാണ്, പക്ഷേ രണ്ടും ഒരു പ്രോപ്പർട്ടിയുടെയാണ്. സോ ഐ ഹോപ്പ് ചോക്ലേറ്റ് കേക്ക് രണ്ടിടത്തും ഒരുപോലെ ആയിരിക്കില്ലേ. ലുക്ക് അറ്റ് ദ വ്യൂ. ഒരു കിഡിലും റെസ്റ്റോറൻ്റ് ആയിരുന്നു, അവരുടെ വ്യൂ കിഡിലായിരുന്നു, ഒരു ഗോവൻ വൈബാണിത്. ഞാനിവിടെ ഒരിക്കൽ സ്റ്റെക്കേഷന് പോയിട്ടുള്ളൂ, അപ്പോൾ കോവിഡ് ആയിരുന്നു, എനിക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല എന്നാണ് എൻ്റെ വലിയ വിശ്വാസം. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ മീൻകറി ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ട്, ഇതുവരെ മീൻ കഴിക്കാത്ത ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ട് കൊള്ളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ഐ ഹാവ് ഒരാൾ റിവ്യൂ പറയാനായിട്ട് ഞാൻ അടിപൊളി മീൻകറി, സൂപ്പറായിരുന്നു. മറ്റേ ഇതുവരെയായിട്ട് അങ്ങനെ മീൻകറി വെച്ചിട്ട്, പക്ഷേ ഇത് സൂപ്പറായിരുന്നു. താങ്ക് യു. കാരണം ഇത് ഞാൻ പറയിപ്പിച്ചതല്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദിസ് ഈസ് മൈ
ദിസ് ഇസ് മൈ ടീനേജ് ബ്രദർ. അപ്പോൾ പുള്ളി അങ്ങനെ ഇങ്ങനെയൊന്നും നല്ല വാക്കൊന്നും പറയാറില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ അനിയനും അനിയത്തിമാരും ഒക്കെ ഭയങ്കര കുഞ്ഞായിട്ട് ചബ്ബിയായിട്ട് ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് ഓടിക്കളിച്ച് നടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവർ ആഹാരം കഴിക്കാനും നമ്മളെ കളിയാക്കാനും മാത്രം വാതിറക്കുന്ന കുറച്ച് മനുഷ്യന്മാരായിട്ട് മാറും. അതെങ്ങനെയാണെന്നറിയില്ല, ബട്ട് ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. അപ്പോൾ അതുകൊണ്ട് ഇവരെ പറഞ്ഞൊന്നും പറയിപ്പിക്കാൻ പറ്റില്ല. സോ ഐ ഗെസ് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് നൈസ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും എനിക്ക് ഫിഷ് ഇഷ്ടമായി. ആൻഡ് എനിക്ക് എല്ലാ ഫിഷും ഇഷ്ടമാവുമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ചില ഫിഷൊക്കെ എനിക്കിഷ്ടമായി. സോ നെയ്മീൻ എനിക്കിഷ്ടമായി. മേ ബി ഇതുപോലെയുള്ള കുറച്ച് നല്ല ഫ്ലഷ് ഉള്ള ഫിഷ് എനിക്ക് ഇഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് മുള്ളെടുക്കാൻ അറിയാത്തതുകൊണ്ട് മുള്ളുള്ള ഫിഷ് കഴിക്കാൻ പറ്റില്ല. ഇതെനിക്കിഷ്ടമായി. ഐ ഓർഡേർഡ് എ സ്റ്റീക്ക് വിച്ച് വാസ് എ സ്റ്റാർട്ടർ. അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു സ്റ്റീക്കായിരുന്നു. ആൻഡ് ദിസ് ബർഗർ വാസ് ഓൾസോ പ്രിറ്റി നൈസ്. പക്ഷെ ഞാൻ മെയിൻലി കഴിച്ചത് നാൻ ആൻഡ് ചിക്കൻ ലബാബ്ദാർ ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് മൈ ഫേവറേറ്റ് കാര്യം ചോക്ലേറ്റ് കേക്ക്. ഇത്തവണ ഞാൻ വിചാരിച്ചു ആദ്യമേ ഞാനൊരു ചോക്ലേറ്റ് ഐസ്ക്രീം ഓർഡർ ചെയ്ത് വെച്ചു, ഒരു സ്കൂപ്പ്. ആ ഐസ്ക്രീമും ഈ ചോക്ലേറ്റ് കേക്കും ഒരുമിച്ച് കഴിച്ച് എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ മേടിച്ച് വെച്ചു. പക്ഷേ സ്വാഭാവികമായിട്ടും അത് മേടിച്ച് വെച്ചപ്പോൾ അതിനുള്ളൊരു ടേസ്റ്റ് കാരണം ഞാൻ ആദ്യമേ കഴിച്ചുകൊണ്ടിരുന്നു. ബട്ട് ഐ ഡിഡ് സേവ് സം ഫോർ ദ ചോക്ലേറ്റ് കേക്ക്. അത് രണ്ടും കൂടെ എന്നിട്ട് ഞാൻ മിക്സ് ചെയ്ത് കഴിച്ചു. ഇറ്റ് വാസ് ഓസം. ഞാൻ കുറച്ചു നേരം മാറി ഭയങ്കര കാമായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ കേക്ക് കട്ടിങ് നടക്കുകയായിരുന്നു, അത് മറന്നുപോയി. വേഗം അങ്ങോട്ട് ചെല്ലാം. ദിസ് ചോക്ലേറ്റ് കേക്ക് വിത്ത് ഐസ്ക്രീം വേണ്ടയോന്ന് ഞാൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കുക്കിംഗ് മാത്രമല്ല, കുക്കിംഗ് എയ്റ്റിംഗ് ഒക്കെ ആയി. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പറയാം, ബിക്കോസ് എവറി ഡേ ഈസ് എ ചാൻസ് ടു ഇംപ്രൂവ്. സോ ബൈ ബൈ.